ഈ ഇപ്പോഴും ഞാൻ പറഞ്ഞു നോക്കൂ, ഈ RSS പരിപാടിയിൽ വൈസ് ചാൻസലർമാർ പങ്കെടുത്തതിൽ പരിഭവമാർക്കാണ് CPM-നും കോൺഗ്രസിനുമാണ്, അല്ലാതെ വേറെ ആർക്കും പരിഭവമില്ല. പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ അല്ലേ, അതെ, അയാൾക്ക് പറയാൻ പറ്റാതെയായി. കാരണം മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, അപ്പോൾ മുമ്പേ ഗമിക്കുന്ന ഗോവിൻ്റെ പിന്നാലെ പോകണ്ടേ, പോയില്ലെങ്കിൽ മോശം. അതുകൊണ്ട് അയാളും പറഞ്ഞു, അറിയാവുന്ന ചില ഭാഷയൊക്കെ ഉപയോഗിച്ചിട്ട് അക്ഷന്തവ്യമായ അപരാധമാണെന്നൊക്കെ പറഞ്ഞു. അക്ഷന്തവ്യമായ അപരാധമാണ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥമൊന്നും മനസ്സിൽ കാണുന്നില്ല ആ സമയത്ത്. ഒരു ശൈലിയിൽ അങ്ങ് തട്ടിവിടുകയാണ്. ഈ VC-മാർക്കെതിരെ നടപടി എടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഇവിടെ അനുവദിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വല്ല നടപടിയൊക്കെ എടുക്കാൻ കഴിയുമോ? അങ്ങ് എന്ത് നടപടി എടുക്കും? ഒരാളൊരു യോഗത്തിൽ നടപടി എടുക്കാൻ പറ്റും? നത്തിങ് ക്യാൻ ബി ഡൺ. ഈ SIO ജമാഅത്തെ ഇസ്ലാമിയുടെ ആണല്ലോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഗുരുജി ഗോൾവൽക്കറുടെ ഒരു അഭിമുഖമൊക്കെ നേരത്തെ ജമാഅത്തെ ഇസ്ലാമി പ്രബോധനത്തിലൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, 80കളിലോ മറ്റോ, ശരീഅത്തുമായിട്ട് ബന്ധപ്പെട്ടായത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലായിടത്തും ഈ ആദർശവും സംവാദവും നടന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇതിലൊരു ഇപ്പോൾ ജനാധിപത്യപരമായ മാറ്റങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? ഇങ്ങനെ ഒറ്റയടിക്കങ്ങ് മാറ്റി നിർത്തുകയും അല്ലെങ്കിൽ ഇങ്ങനെ തൊട്ടുകൂടായ്മയൊക്കെ നടന്നാൽ പിന്നെ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുക? അല്ല, ഈ ഒറ്റയടിക്ക് മാറ്റി നിർത്തുന്നു എന്ന് അവർ വിചാരിക്കുന്നതാണ് മനസ്സിൽ. സമൂഹം ഇത് മൈൻഡ് ചെയ്യുന്നില്ല. സമൂഹം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. സമൂഹത്തിൽ RSSൻ്റെ അക്സെപ്റ്റൻസും കൂടിക്കൂടി വരികയാണ്. കൂടിക്കൂടിയെന്നല്ല, കേരളത്തിലെ ഹിന്ദുക്കളിൽ പലരും, ഭൂരിഭാഗം പേരും ഒരു 40 വയസ്സ് കഴിഞ്ഞവർ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ RSSൻ്റെയോ അനുബന്ധ സംഘടനകളുടെയോ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തവരാണ്. അവർ ആക്റ്റീവ് അല്ലെന്നേ ഉള്ളൂ. ആരോട് സംസാരിച്ച് കഴിഞ്ഞാൽ പറയും, ചെറുപ്പത്തിൽ ഞാൻ പോയിരുന്നു, പിന്നെ ജോലി കിട്ടി, പിന്നെ അങ്ങനെ ആ കണക്ഷൻ പോയി. ഇയാളിപ്പോൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഇടതുപക്ഷ യൂണിയൻ്റെ നേതാവും സംഗതിയൊക്കെ ആയിരിക്കും. ബട്ട് പേഴ്സണൽ ടോക്കിൽ പുള്ളി ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ യെസ്, ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്പ്രെഡ് ഇറ്റ് ഈസ് ഇൻക്രീസിങ്. ഇപ്പോൾ KN കുഞ്ഞാമ്മദിൻ്റെ പരാതി എന്താ? CPM-ൽ പുരോഗമന കലാ സാഹിത്യ സംഘത്തിൽ മുഴുവൻ സംഘികൾ നിറഞ്ഞ് ശ്വാസം മുട്ടുന്നു, എന്നെ രക്ഷിക്കണേ.